അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് കൊല്ലം തീരത്തേക്ക് അടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത് തുടരും. കൊല്ലം തുറമുഖത്തേക്കാണ് കസ്റ്റംസ് സംഘം സീസ് ചെയ്ത കണ്ടെയ്നറുകൾ എത്തിക്കുക. ഇന്നലെ 34 കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിലായി കരയ്ക്കടിഞ്ഞിരുന്നു. ഇവയിലൊന്നും രാസപദാർത്ഥങ്ങളില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ശേഖരിച്ച വാട്ടർ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഇന്ന് അറിയും. ശക്തികുളങ്ങരയിൽ നിന്നും എം മനോജ് ചേരുന്നു. മനോജ്, കഴിഞ്ഞ ദിവസം കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കടൽമാർഗം തന്നെ നീക്കം ചെയ്യും എന്നാണ് അധികൃതർ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം തുറമുഖത്തേക്ക് ആദ്യം ഇവ അടുപ്പിക്കും, തുടർന്നായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നും പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ചില കണ്ടെയ്നറുകളിലൊക്കെ കയർ കെട്ടി വലിച്ച് മാറ്റുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളാണ് ഇത്തരത്തിൽ തുറമുഖത്തേക്ക് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം ആദ്യമായി അതായത് ഒഴുകി നടന്നിരുന്ന ഒരു കണ്ടെയ്നറിനെ കയർ കെട്ടി തുറമുഖത്തേക്ക് എത്തിച്ചിരുന്നു. പിന്നാലെയാണ് ബാക്കിയുള്ള ഈ കണ്ടെയ്നറുകൾ നിരീക്ഷിച്ച് അതിനെ അങ്ങോട്ടേക്ക് എത്തിക്കുവാനുള്ള ശ്രമം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തീരത്തടിഞ്ഞു കിടക്കുന്ന കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് ഈ കമ്പനി നിയോഗിച്ചിട്ടുള്ള ടീം അംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ അടിഞ്ഞു കിടക്കുന്ന കണ്ടെയ്നറുകൾ കടൽ മാർഗം വലിച്ചു കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് മുറിച്ചു മാറ്റി കൊണ്ടുപോകുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇത്തരത്തിൽ അടിഞ്ഞു കിടക്കുന്ന കണ്ടെയ്നറുകളൊക്കെ അങ്ങനെയായിരിക്കും കൊണ്ടുപോവുക. ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നർ മാത്രമാണ് വലിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കുക എന്നുള്ളതാണ്. കാരണം കടൽ പ്രക്ഷുബ്ധമാണ്, അതോടൊപ്പം തന്നെ കാറ്റും രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ തീരത്തടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ കൊണ്ടുപോകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ വൈകിട്ടോടെ ഒഴുകി നടന്ന ഒരു കണ്ടെയ്നർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതും ഈ വേലി ഇറക്ക സമയത്താണ് അത്തരത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഈ കപ്പൽ കമ്പനി ഒരു ടീം അംഗങ്ങളെ നിയോഗിച്ചിരുന്നു. അതായത് വാട്ടർ ലൈൻ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിക്ക് കരാർ നൽകിയാണ് ആ ടീം അംഗങ്ങളാണ് ഇവിടേക്ക് എത്തിയതും. ഈ കണ്ടെയ്നറിന് അടുത്തേക്ക് പോകുന്നത് മുതലപ്പുഴയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഈ രക്ഷകൻ എന്നുള്ള ടീം അംഗങ്ങളാണ്. അവരൊക്കെയാണ് ഇന്നലെ ഇതിൻ്റെ ഭാഗമായത്. എന്തായാലും ഇന്ന് മറ്റ് നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ആകെ 32 കണ്ടെയ്നറുകളാണ് കഴിഞ്ഞ ദിവസം ഇവിടേക്ക് എത്തിയിരുന്നത്. വിവിധ തീരങ്ങളിലായി അടിഞ്ഞതും അതോടൊപ്പം തന്നെ ഒഴുകി നടക്കുന്നവ നിരവധിയുണ്ട്. തിരുവനന്തപുരം മേഖലയിലേക്ക് അടക്കം ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയെന്നാണ് അറിയാൻ സാധിച്ചത്. കൂടുതലും അങ്ങോട്ടേക്കാണ് ഒഴുകിയെത്താൻ സാധ്യത എന്നാണ് വിവരം. എന്തായാലും ഈ ജില്ലാ ഭരണകൂടത്തെ സഹായിക്കുന്നതിനായി രാസ ദുരന്ത പ്രതികരണത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘവും എത്തിയിട്ടുണ്ട്. ഈ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ പരിശോധിക്കുന്നതിനായി കസ്റ്റംസ് അധികൃതരും ജില്ലയിൽ തന്നെ ഉണ്ട്. എന്തായാലും അതൊക്കെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം വാട്ടർ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അപ്പോൾ വാട്ടർ സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം അതിൻ്റെയൊക്കെ ഫലം അറിയാൻ സാധിക്കും. എന്തായാലും പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ അത്തരത്തിലുള്ള വസ്തുക്കളൊന്നും ഈ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് 643 കണ്ടെയ്നറുകളിൽ 73 കാലിയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ആ കാലിയായിട്ടുള്ള കണ്ടെയ്നറുകളിൽ ചിലതൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴും ചില കണ്ടെയ്നറുകളൊക്കെ കാലികളായിരുന്നു. അതോടൊപ്പം തന്നെ ചിലതിലൊക്കെ അതായത് ഗ്രീൻ ടീ, പേപ്പർ, അതോടൊപ്പം തന്നെ വസ്ത്രം, പിന്നീട് മെഡിക്കൽ സാധനങ്ങളൊക്കെ ആയിരുന്നു പല കണ്ടെയ്നറുകളിലും കണ്ടിരുന്നത്. അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കളക്ടറുടെ നേതൃത്വത്തിലൊക്കെ യോഗം ചേർന്നു. ആ യോഗത്തിലാണ് ആദ്യം റോഡ് മാർഗം കൊണ്ടുപോകാനുള്ള തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ റോഡ് മാർഗം കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കടൽ മാർഗം കൊണ്ടുപോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. പിന്നീടാണ് ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ മാത്രമേ കടൽ മാർഗം കൊണ്ടുപോകാനാകൂ എന്ന് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം ഈ തീരത്തടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തകരാറിലായിട്ടുള്ള കണ്ടെയ്നറുകളും അതോടൊപ്പം തന്നെ ഈ മറ്റ് മാലിന്യങ്ങളും ഒക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഈ കപ്പൽ കമ്പനി തന്നെ ആൻറ്റി സാൽവേജ് എന്ന് പറയുന്ന ഒരു കമ്പനി പ്രതിനിധികൾക്ക് ഈ ഒരു കരാർ നൽകിയിട്ടുണ്ട്.
അവരും അത്തരത്തിലുള്ള നടപടികൾ തുടരും. അതായത് ഈ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഈ കണ്ടെയ്നറിനുള്ളിലെ കുറേയധികം തെർമോക്കോളുകളും അതോടൊപ്പം തന്നെ മറ്റ് സാമഗ്രികളും ഒക്കെ ഈ കടൽ തീരത്ത് വന്ന് അടിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നീക്കം ചെയ്യണം. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം, ഈ കണ്ടെയ്നറുകൾ എവിടെ വന്ന് അടിഞ്ഞാലും അവിടേക്ക് അടുത്തേക്ക് പോകരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ അത് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഓരോ കണ്ടെയ്നറുകൾ വരുമ്പോഴും അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നമ്പറുകൾ പരിശോധിക്കും. അത് കൃത്യമായി പോർട്ടിൽ നിന്നും ആ ഒരു കണക്ക് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 13 കണ്ടെയ്നറുകളാണ് അപകടകരമായ വസ്തുക്കളുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ ഒന്നും തന്നെ കരയ്ക്ക് അടിഞ്ഞതായി ഇതുവരെ വിവരം ലഭ്യമല്ല. എന്തായാലും അത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ ഏത് ഭാഗത്തേക്കാണ് എത്തുക, അല്ലെങ്കിൽ അത് കടലിൽ തന്നെ മുങ്ങി താഴ്ന്നുവോ എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സ്ഥിരീകരണമൊക്കെ വരണം. അങ്ങനെയെങ്കിൽ അത് എത്തരത്തിലാണ് ഈ അടങ്ങിയിട്ടുള്ള വസ്തു എത്തരത്തിലാണ് ഈ കടലിനെ ബാധിക്കുക എന്നതിനെ പറ്റിയിട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിരുന്നു. എന്തായാലും ഈ പരിശോധനയും അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന കാര്യവും ഇന്ന് തുടരും. ഇനിയും കണ്ടെയ്നറുകൾ ഈ മേഖലയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള അധികൃതരൊക്കെ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ നാട്ടുകാരൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇന്നും. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു കണ്ടെയ്നറുകൾ വന്ന വിവരം പറഞ്ഞ്. ഇന്നും ഈ നാട്ടുകാരുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ നിയന്ത്രിക്കാനായി പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ തന്നെ അതായത് ഏകദേശം 3 സെറ്റോളം കണ്ടെയ്നറുകൾ, അതായത് ഒരു സെറ്റിൽ 3 എണ്ണം ആണ് കണ്ടെയ്നറുകൾ ഉള്ളത്. അങ്ങനെ 3 സെറ്റ് ഇവിടേക്ക് വന്ന് അടിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കാണുവാൻ വേണ്ടി ഇവിടെയുള്ള ജനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളതാണോ? അല്ല, നമ്മൾ ഇച്ചിരി അപ്പുറമുള്ള തെക്കുംഭാഗത്തുള്ള തെക്കുംഭാഗം പള്ളിയെടുത്ത് ഈ വിവരം അറിഞ്ഞിട്ട് വന്നതാണ്? വിവരം അറിഞ്ഞിട്ട് വന്നതാണ്. ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല.